വിലങ്കിൽ മൗനമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളത് നരേന്ദ്രമോദിക്ക് അവിടെ നടത്തിയ ചർച്ചകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനമെടുത്തു. അത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മീറ്റിംഗ് മുതൽ, അതായത് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് നടത്തിയ യോഗങ്ങളിൽ വരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ട്രംപ് എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ്? യുവമാരെ ഞാനൊരു പാഠം പഠിപ്പിക്കും, ഇവിടേക്ക് അനധികൃതമായി കുടിയേറി വരുന്നവരെ എങ്ങനെയാണ് ട്രംപ് ഭരണകൂടം ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൈകാര്യം ചെയ്യുന്ന രീതി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. നിർഭാഗ്യവശാൽ അത് നമ്മുടെ രാജ്യത്തേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അവർക്ക് തിരിച്ചയക്കാനുള്ളത് എന്ന ഒരു ഡാറ്റ കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തെക്കാളൊക്കെ കൂടുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത സാൽവദോറും കഴിഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പോൾ ഇത്രയും അധികം ആളുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന ഒരു ഫാക്ട് കൂടി നമ്മുടെ മുന്നിലുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന UPA ഭരണകാലത്തെയൊക്കെ കുടിയേറ്റത്തെക്കാൾ കൂടുതലാണ്. അതിന്റെ കണക്കുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ്, അതായത് ഈ പ്രസിഡൻഷ്യൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനം എന്താണ്? നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പോലൊന്നുമല്ല. ഡൊണാൾഡ് ട്രംപ് അന്നേ പറഞ്ഞു, ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടിയായിരിക്കും എടുക്കുക എന്നുള്ളത്, ക്രാക്ക് ഡൗൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ളത് അനൗൺസ് ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ്ഷിപ്പിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇതിനേക്കാൾ മാന്യമായ ഒരു പെരുമാറ്റം ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ നിന്നോ ഉള്ള പൗരന്മാരോട് കാണിക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തിയത് C-17 എത്തിയത് 120 ഇന്ത്യൻ കുടിയേറ്റക്കാരാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലൈറ്റും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫെബ്രുവരി 16 ഫെബ്രുവരി 5 ശേഷം ഇപ്പോൾ 2 ഫ്ലൈറ്റ് മൊത്തം വന്നു. അപ്പോൾ ഫെബ്രുവരി 5 ഫസ്റ്റ് ഫ്ലൈറ്റ് വരുമ്പോഴാണ് 104 പേരുമായുള്ള വിമാനം അമൃത്സറിൽ ഇറങ്ങുന്നത്. അതിൽ ഹരിയാന, ഗുജറാത്ത് സ്വദേശികളാണ് 33 പേര് വീതം, പഞ്ചാബിൽ നിന്നുള്ള 30 പേര്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു റൂട്ട് എങ്ങനെയായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനെ അവർ പറയുന്നത് ഡോങ്കി റൂട്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായ നിയമവിധേയമേ അല്ലാത്ത, നേരത്തെ മെക്സിക്കോ വഴിയാണ് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, മറ്റ് പല വഴികളിലൂടെ പോവുകയാണ്. അപ്പോൾ ആ കുടിയേറ്റം മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടുന്നു, പിടിക്കപ്പെടാതിരിക്കാൻ നോക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചങ്ങലക്കിട്ടുകൊണ്ടെന്ന വിവാദത്തിൽ ഇന്ത്യ മൗനം പാലിച്ചോ, പ്രതിപക്ഷത്തോട് മറുപടി കൊടുത്തില്ല എന്ന രീതിയിൽ കേട്ടു. പക്ഷേ അങ്ങനെയല്ല. രാജ്യസഭയിൽ കൃത്യമായി ജയശങ്കർ തന്നെ, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ തന്നെ മറുപടി കൊടുത്തതാണ്. അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ് അമേരിക്കൻ അധികൃതരുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്ന് പറയുന്നു. അതായത് നരേന്ദ്രമോദി പോകുന്നതിന് മുൻപുള്ള കാര്യമാണ്. അതിനുശേഷമാണ് നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുന്നത്. അതിനിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അല്ലാത്ത പക്ഷം ചർച്ചയാകാത്ത വിഷയങ്ങൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നരേന്ദ്രമോദിയോ ഡൊണാൾഡ് ട്രംപോ പറയില്ല. ചർച്ചയായ വിഷയങ്ങൾ, ഒപ്പിട്ട കരാറുകൾ, ഇതൊക്കെ സംബന്ധിച്ചാണ് രണ്ട് രാഷ്ട്രങ്ങളുടെ തലവന്മാർ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുക. അതുതന്നെയാണ് അവിടെയും കണ്ടത്. അവിടെ നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? അനധികൃത കുടിയേറ്റം, അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്, ഇതിനെ രണ്ടിനെയും ഇന്ത്യ എതിർക്കുകയാണ്. അത് ഇന്ത്യയുടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡ് എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ വാർത്താ സമ്മേളനത്തിൽ റീഇറ്ററേറ്റ് ചെയ്യുകയാണ്, ആവർത്തിക്കുകയാണ് നരേന്ദ്രമോദി. ഈ അനധികൃതമായി താമസിക്കുന്നവർ, ഇപ്പോൾ അമേരിക്കയിലേക്ക് താമസിച്ച നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി അവിടെ ഇപ്പോഴും ജോലി ചെയ്ത് പല സെക്ടറുകളിലും വർഷങ്ങളായി നിൽക്കുന്ന, അവിടെ ഗ്രീൻ കാർഡൊക്കെ എടുത്ത് സെറ്റിലായ ആളുകൾ, നമ്മുടെ അടക്കം ബന്ധുക്കളടക്കമുണ്ട്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും അവിടെ ഒരു പ്രശ്നവും അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഇല്ലീഗലായി പോയി അവിടെ പിടിക്കപ്പെട്ട് അവരൊക്കെ ഈ തടവറയിൽ കഴിയുന്നതിനേക്കാൾ അവരെ പെട്ടെന്ന് തന്നെ തിരിച്ചുവിടുന്നു എന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ. അവിടെ ഇനിയിപ്പോൾ ഡീറ്റെയിൻ ചെയ്യുന്നില്ല, അവിടെ തടങ്കലിൽ പാർപ്പിക്കുന്നില്ല, തടവറകൾ തുറക്കാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ ഓരോ ഇടങ്ങളിലും ഈ ആളുകളെ പൂട്ടിയിടാനായിട്ടുള്ള തടവറകളാണല്ലോ. എന്തായാലും ഡീറ്റെയിൻ ചെയ്യുന്നു, ഡീറ്റൻഷൻ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ തടവറകളാണ്, അല്ലാതെ അവർക്ക് വീട് പണിത് കൊടുക്കുകയല്ലല്ലോ ഇന്ത്യയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം അമേരിക്കയിൽ ഉണ്ടാകില്ല എന്നതും ട്രംപിന്റെ പ്രഖ്യാപിത നയമാണ്. അപ്പോൾ നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ ചർച്ചയായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പറയുന്നത്, ഇന്ത്യക്കാരായ ആരെയൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നു അവരെയെല്ലാം തിരിച്ച് ഏറ്റെടുക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്നതാണ് അവിടെ നടത്തിയിരിക്കുന്ന ഡിക്ലറേഷൻ. ഇനി അമേരിക്ക നാട് കടത്തിയ ആളുകളെ എല്ലാവരെയും വീട്ടിൽ കൊണ്ടുവിടേണ്ടി വന്നു, അവർക്കെതിരെ കേസൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിലും ഒരു കാര്യമുണ്ട്. ഈ ശനിയാഴ്ച വന്നിറങ്ങിയ, അമൃത്സർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ 2 പേരെ പഞ്ചാബ് പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരും കൊലക്കേസിലെ പ്രതികളാണ്. 2023 രാജ്പുര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത കൊലക്കേസിലെ പ്രതികളാണ് സന്ദീപ് സിംഗും പ്രദീപ് സിംഗും. അപ്പോൾ അവരെ 2 പേരെയും അവർ ഇമ്മീഡിയറ്റ്ലി വന്നിറങ്ങുമ്പോൾ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്ന ആളുകൾ അവർ പ്രോപ്പർ റൂട്ടിലൂടെ അല്ല പോകുന്നത്. ചിലരൊക്കെ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഭാഗമായി പെട്ടുപോയവരുണ്ട്, നിങ്ങളൊക്കെ സൂചിപ്പിച്ച എക്സാമ്പിൾ പോലെ. എന്നാൽ ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം അവിടേക്ക് കടന്നു കളഞ്ഞവരും ഈ കൂട്ടത്തിലുണ്ടാകാം. ഉണ്ട് എന്നുള്ള സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമൃത്സർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ആളുകളെ പരിശോധിച്ചതും അതിൽ നിന്ന് കൃത്യമായി ആ കൊലക്കേസ് പ്രതികളായ 2 പേരെ 2023 ഇവിടെ കൊലപാതകം ചെയ്തിട്ട് കടന്നു കളഞ്ഞതാണ് അമേരിക്കയിലേക്ക്, അവരെ അറസ്റ്റ് ചെയ്തു. ഇനി ഈ ഡിപ്പോർട്ടേഷനെ കുറിച്ച്
പറയുന്നത്. നേരത്തെ SOP യെ കുറിച്ച് ഉണ്ണിസാർ ഇവിടെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ICEയുടെ റൂൾ അനുസരിച്ച് 2012 മുതൽ ഈ രീതിയിൽ തന്നെയാണ്, അതായത് ഹാൻഡ് കഫ്സും ഒക്കെ ഉപയോഗിക്കുന്ന റിസ്ട്രെയിൻറ്റിലൂടെ തന്നെ കൊണ്ടുവരും എന്ന് തന്നെയാണ് അവരുടെ SOPയിൽ പറയുന്നത്. അതാണ് ജയ്ശങ്കർ പാർലമെന്റിൽ കോട്ട് ചെയ്തതുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 2012 മുതലുള്ള പ്രോസസ് ഓഫ് ഡിപ്പോർട്ടേഷൻ തന്നെയാണ് 2025 ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറ്റു രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ ഇക്കാര്യത്തിൽ ഇന്ത്യക്കാരെ ഹാൻഡ് കഫ് ഇട്ട് ചങ്ങലക്കിട്ട് അങ്ങനെ ബന്ധിച്ച് കൊണ്ടുവരേണ്ടവരല്ല. ഇന്ത്യക്കാരെ അവരുടെ ബഹുമാനത്തോടു കൂടി തന്നെ ട്രീറ്റ് ചെയ്യണം എന്നത് തന്നെയാണ് നമ്മുടെ നിലപാട്. പക്ഷേ അമേരിക്ക ചെയ്യുന്നത് അവരുടേതായ രീതി തന്നെയാണ്. അത് മാറ്റാൻ തയ്യാറല്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയാണ്. അത് ഈ യുദ്ധവിമാനം എന്തുകൊണ്ട് എടുക്കുന്നു എന്നതിലേക്ക് കൂടി വരാം. ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു സിവിലിയൻ ഡിപ്പോർട്ടേഷൻ ഫ്ലൈറ്റ്സ്, കൊമേഴ്സ്യൽ ഫ്ലൈറ്റ്സ് എന്തുകൊണ്ട് എടുത്തുകൂടാ, അങ്ങനെയുള്ള വിമാനങ്ങളിൽ മറ്റു രാജ്യങ്ങൾ അതേ അനുവദിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് അങ്ങനെയുള്ള വിമാനങ്ങളെ അനുവദിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്തത്, എന്തുകൊണ്ട് ഇവിടെ പറ്റില്ല? ഇവിടെ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത് എന്താണ്? ഞാൻ ഇവരെ കയറ്റി അയക്കാൻ പോകുന്നത് യുദ്ധവിമാനത്തിലായിരിക്കും. ഞാൻ ഇതൊരു സ്ട്രോങ് ആയ ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ തലവൻ തീരുമാനമെടുക്കുകയാണ്. അതാ അദ്ദേഹത്തിന്റെ രാജ്യമാണ്. അമേരിക്കയിൽ പോയി നരേന്ദ്രമോദിക്ക് അമേരിക്ക ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നത് നിങ്ങൾക്കും മനസ്സിലാകുന്ന കാര്യമാണല്ലോ. ഒരു രാജ്യമെന്ന നിലയിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം, പക്ഷേ എൻ്റെ തീരുമാനം ഇതാണ്, എൻ്റെ രാഷ്ട്രത്തിൻ്റെ തീരുമാനം ഇതാണ്, എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനം ഇതാണ്, ഞാൻ ഈ രീതിയിലാണ് ചെയ്യുക. ഇതൊരു ഇല്ലീഗൽ ഇമിഗ്രേഷൻ നേരെയുള്ള ബ്രോഡർ മെസ്സേജാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. സ്ട്രിക്ട് നോ നോൺസെൻസ്, നരേന്ദ്രമോദിയോട് പറഞ്ഞതാണ്, സ്ട്രിക്ട് നോ നോൺസെൻസ് അപ്രോച്ച് ടു എൻഫോഴ്സിംഗ് ദ കൺട്രീസ് ഇമിഗ്രേഷൻ ലോസ്. അതാണ് ചെയ്യാൻ പോവുക എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദി എന്ത് തിരിച്ചു പറയണമെന്നാണ്? രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ ഈ പറയുന്ന മിലിറ്ററി വിമാനത്തിൽ തന്നെയായിരിക്കും കയറ്റി അയക്കുക എന്നത് എൻ്റെ രീതി ഇതാണ്. നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്പീച്ചസിലും അദ്ദേഹം വിളിക്കുന്നത് എങ്ങനെയാണ്? ഏലിയൻസ്, ക്രിമിനൽസ്, അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർ എന്നൊക്കെയാണ് മാറി മാറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് മാറാൻ പോകുന്നില്ല എന്നത് ഇനിയിപ്പോൾ അടുത്ത വിമാനം വന്നാലും ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇപ്പോൾ ഈ രീതിയിൽ യുദ്ധവിമാനങ്ങൾ C-17 ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ കൊമേഴ്സ്യൽ ഫ്ലൈറ്റ്സ് ആണ്. പക്ഷേ ഇത് ട്രംപിൻ്റെ തീരുമാനമാണ്. ട്രംപ് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അങ്ങനെയേ ചെയ്യൂ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിന് ചെലവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെലവ് കൂടുതലാണ്. കൊമേഴ്സ്യൽ ചാർട്ടേഡ് വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മണിക്കൂറിൽ ഇന്ത്യയിലേക്ക് പറക്കുന്നതിന് ഒരു മണിക്കൂറിന് $17,000 ഒരു മണിക്കൂറിന് $17,000 വെച്ച് ചെലവിട്ടാണ് ഇന്ത്യയിലേക്ക് ഈ ഓരോ ഫ്ലൈറ്റും വരുന്നത്. അതേസമയം സിവിലിയൻ വിമാനമാണെങ്കിൽ ഈ C-17 ഉപയോഗിക്കുമ്പോഴേക്കും $28,500 ഒരു മണിക്കൂറിൽ $28,500 ചെലവാണ് ഒരു C-17 ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പെർ പേഴ്സൺ എത്രയാണ് അവിടെ ചെലവാക്കുന്നതും കൂടി നോക്കൂ. അത്രയും ചെലവിട്ടാലും വേണ്ടില്ല, എൻ്റെ മെസ്സേജ് ഇതാണ്, എനിക്കിതാണ് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരണ്ട, ഇങ്ങോട്ട് അതിർത്തി വഴി നുഴഞ്ഞു കയറി വരേണ്ട എന്നൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രേഷൻ അത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. ക്രിമിനൽ കുറ്റമാണ്. അതായത് വരുന്നവർ ക്രിമിനൽസ് ആണ്. ഇവിടെ നിന്ന് കയറിപ്പോയോ ഇന്ത്യക്കാരനാണെന്ന് വെച്ച് ക്രിമിനൽ കുറ്റം അല്ലാതാകുന്നില്ല. അമേരിക്ക എന്ന രാജ്യത്ത് അവർ ക്രിമിനൽ കുറ്റമായി കണ്ടിരിക്കുന്ന ഒന്നാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. അപ്പോൾ ആ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്ന ക്രിമിനൽസിനെ ഞാൻ ഇങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്ന ഒരു സന്ദേശം ഡൊണാൾഡ് ട്രംപ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഡീറ്റൻഷൻ ഇല്ല എന്ന് പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് എന്താണ്? തടവറയിൽ പാർപ്പിക്കും. 20 വർഷമൊന്നും തടവറയിൽ കിടക്കാം, അമേരിക്കയിൽ നിന്നൊന്നും ആരും വിചാരിക്കേണ്ട എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ അപ്പീലില്ല. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ, അറസ്റ്റിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പീലിന് പോകാനോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കയറ്റിവിടും. അത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഫോക്കസ് ഓൺ സ്പീഡ് എന്നാണ് ട്രംപ് തൻ്റെ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന സന്ദേശം. ഇവിടെ ഇപ്പോൾ ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേക്കും അവർ നമ്മുടെ രാജ്യത്തിന് എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് വലിയ നാണക്കേട് തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. നമ്മൾ അവരുടെ തിരിച്ചു വരുമ്പോഴുള്ള അവരുടെ പൗരാവകാശങ്ങളെക്കുറിച്ച്, അവരെ നമ്മൾ നന്നായി ഹാൻഡിൽ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവർക്കൊപ്പം നിൽക്കുമ്പോൾ, ഇന്ത്യക്കാരൻ എന്ന പൊതുവികാരത്തിനൊപ്പം നമ്മൾ നിൽക്കുമ്പോഴും അവർ നമ്മുടെ രാജ്യത്തിനൊരു ഡിസ്ഗ്രേസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രത്തലവൻ, നമ്മുടെ പ്രധാനമന്ത്രി അവിടേക്ക് ചെല്ലുമ്പോൾ ആ പ്രധാനമന്ത്രിയോട് പറയുന്നു, നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഇവിടേക്ക് എല്ലാം ഇങ്ങനെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്, അവർ ക്രിമിനൽസാണ്, അവരിങ്ങനെ നുഴഞ്ഞു കയറി വന്നവർ, അപ്പോൾ അവരെ എൻ്റെ രാജ്യത്തേക്ക് ഞാൻ തിരിച്ചെടുക്കാം എന്ന് പറയുന്നതിനപ്പുറം എൻ്റെ തീരുമാനം ഇതാണ്, ഞാൻ C-17 വിടൂ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ വിടണം എന്ന് റിക്വസ്റ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. നമുക്കത് അതിൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന റിക്വസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് താങ്കൾക്കല്ലല്ലോ, നരേന്ദ്രമോദിക്കല്ലേ അറിയൂ. നരേന്ദ്രമോദിക്ക് മാത്രമേ അറിയൂ. ഒരു രാജ്യത്തിന് തലവൻ മറ്റൊരു രാജ്യത്തിന് തലവൻ ചർച്ചയായതുകൊണ്ടാണല്ലോ സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചത്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇല്ലീഗൽ ഇമിഗ്രൻസ് അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നതിനെ, ഈ നുഴഞ്ഞുകയറ്റത്തെ
പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. അതിൽ അമേരിക്ക എടുക്കുന്ന സ്റ്റാൻഡിനൊപ്പം തന്നെയാണ് ഇന്ത്യ എന്നുള്ളത് അവിടെ വളരെ ക്ലിയർ ആണ്. ഇവിടെ ഇന്ത്യൻ എന്ന് പറയുന്നത് ഈ എല്ലാ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ ഞാൻ. അതായത് അൺഡോക്യുമെന്റഡ് ആണ്, രേഖകളുള്ള അല്ല. ഡോക്ടർ അരുൺ എല്ലാ രേഖകളുമായി അമേരിക്കയിൽ പോയി വന്നല്ലോ, മാഡം വന്നല്ലോ, ഉണ്ണിസാർ വന്നല്ലോ. ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല, ഞാൻ അമേരിക്ക കണ്ടിട്ടില്ല. നിങ്ങൾ 4 പേരും പോയി വന്നിട്ടുണ്ടല്ലോ. നിങ്ങളെ അവിടെ പിടിച്ചു വെക്കുകയും C-7 കയറ്റി ഇങ്ങോട്ട് വിടുകയും ചെയ്തു. അവിടെ നിങ്ങൾ പോയി പറയട്ടെ, അത് വിഷയമാണ്. അവിടേക്ക് വിസിറ്റ് വിസയിൽ പോയാൽ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരണം. വിസിറ്റ് വിസയിൽ പോയി അവിടെ അങ്ങ് കയറി കൂടാമെന്ന് വിചാരിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ടെന്നേ. അവരെയാണ് C-7 കയറ്റി തിരിച്ചു വിട്ടത്. നിങ്ങളെ ആരെയും വിട്ടില്ലല്ലോ. നിങ്ങളും ഇന്ത്യൻ പൗരനാണ്. നിങ്ങൾ ലോഫുൾ ആയുള്ള ആക്ടിവിറ്റിയിലൂടെ അമേരിക്കയിലേക്ക് പോയി. അവരുമായി യാതൊരു പ്രശ്നമില്ല. അൺലോഫുൾ ആക്ടിവിറ്റീസ് ചെയ്തവരെ നമ്മൾ പിന്തുണച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. ഇനി ഒരു ഒറ്റ കാര്യം, ഡോക്ടർ അരുൺ, എന്റെ ടേക്കാണ്, ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ. ഇല്ലീഗൽ ക്രോസിംഗ് എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ അമേരിക്കയിൽ പോയ കാലയളവിൽ 2020-25 ആ കാലയളവിൽ, അതിൽ 2020 1000 ആയിരുന്നെങ്കിൽ 2023 ആകുമ്പോഴേക്ക് 43,000 ആകുന്നുണ്ടെന്നേ. അത് ഞാൻ പറഞ്ഞതല്ല, ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ വന്ന ഒരു സ്റ്റഡി റിപ്പോർട്ടാണ്. അതനുസരിച്ച് ഈ അസൈലം ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 5000-ൽ നിന്ന് 51,000 ആവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഇവരെല്ലാം അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിയില്ല. അപ്പോൾ കാനഡയുടെ നോർത്തേൺ ബോർഡർ വഴി കയറി പോകാതെ നല്ല രീതിയിൽ കൃത്യമായ വീസയിൽ അവിടേക്ക് പോകുന്ന ആളുകൾക്ക് അവിടെ ജോലി ചെയ്യാനൊക്കെ ഇപ്പോഴും കൃത്യമായ സംവിധാനങ്ങൾ അവിടെയുണ്ട്. അല്ലാതെ അവിടെ പോകുന്നവരെല്ലാം ട്രംപ് പിടിച്ചു വെച്ചിട്ട് തിരിച്ചയക്കുന്നേ, ട്രംപ് ഇതാ ഇന്ത്യക്കാരെ കൊല്ലുന്നേ എന്നുള്ളതല്ല. ഇവിടെ ഇന്ത്യക്കാരെ കൈവിലങ്ങിട്ടും കാൽച്ചങ്ങല എളിയിച്ചും കൊണ്ടുവരുന്നതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ട്രംപ് അയാളുടെ രാജ്യത്തിന്റെ ആ രാഷ്ട്രത്തിന്റെ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരുമെന്നും പറയുന്നു. 65-40 ലക്ഷമൊക്കെ ചെലവഴിച്ച് നഷ്ടപ്പെട്ട് വീടും സ്വത്തും ഒക്കെ വിറ്റ് വേറെ രാജ്യത്തേക്ക് പോകുന്നത് തൊഴിൽ തേടിയാണ്. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നത്. 2 പ്രശ്നങ്ങളാണ്. ഇവിടെ തൊഴിലില്ല. അല്ല, സുജയ് തന്നെ പറഞ്ഞു UPA സർക്കാരിന്റെ കാലത്തേക്കാൾ കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് പോകുന്നത് മോദി സർക്കാരിന്റെ കാലത്താണ്. റൈറ്റ്? എന്തുകൊണ്ടാണ് ഇന്ത്യ നരേന്ദ്രമോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഈ കാലയളവിൽ പോകേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ അവിടെ അസൈലം തേടേണ്ടി വരുന്നത്? നമ്പർ 1. നമ്പർ 2, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണെന്നാണ് രാജ്യസഭയിൽ ജയശങ്കർ പറഞ്ഞത്. ഇതാണോ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ? എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് മിലിറ്ററി ഫ്ലൈറ്റിൽ ഡിപ്പോർട്ട് ചെയ്യുന്നത്? ഇനി ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്താൽ എങ്ങനെയാ അമേരിക്കയുടെ പോളിസി ആവുക? അമേരിക്കയുടെ പോളിസി 2012 മുതൽ അമേരിക്കയിലെ ICE സ്വീകരിച്ചു വന്ന പോളിസിയാണോ ഇത്? ജോ ബൈഡന്റെ കാലത്തോ ഡൊണാൾഡ് ട്രംപിന്റെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ക്യാമ്പയിൻ സ്റ്റേജിൽ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു മിലിറ്ററി വിമാനം ഇന്ത്യയുടെ വ്യോമാതിർത്തി കടഞ്ഞ് വ്യോമാഭ്യാസത്തിനല്ലാതെ കടന്നു വന്നിട്ടുണ്ടോ? ഇന്ത്യൻ പറഞ്ഞല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. അമേരിക്കയുടെ സോവറിറ്റി അമേരിക്കയിലെ പൗരന്മാരെടുത്ത് അമേരിക്കയുടെ വ്യോമാതിർത്തിയിൽ അമേരിക്കയുടെ മണ്ണിൽ അമേരിക്കയുടെ ജൂറിസ്ഡിക്ഷന് ചെയ്യണം. ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ ഇന്ത്യൻ പൗരന്റെ ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ അമേരിക്കയുടെ ഒരു ഡിഫൻസ് പ്ലെയിൻ ഇന്ത്യൻ പൗരനെ കാൽവിലങ്ങിട്ട് കൊണ്ടുവരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയുടേതെങ്കിൽ അത് ഷെയിമാണ്. It's a shame on Indian sovereignty. ഇത് തിരിച്ചറിയാത്ത ആളുകളാണോ അപ്പോൾ ഭരിക്കുന്നത്? അതാണ് സംശയം. തിരിച്ചറിയാത്ത ആളുകളാണോ ഭരിക്കുന്നത് എന്നതാണ് നമ്മുടെ സംശയം. അവിടെ പോയി $500 ബില്യൺ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ട് ഇന്ത്യൻ പൗരന്മാരുടെ കാൽവിലങ്ങും കൈവിലങ്ങും ഇട്ട് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ കൊണ്ടുവന്ന് അവരെ നരകയാതന അനുഭവിച്ച് കൊണ്ടുവന്ന് ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ ഒരു അമേരിക്കൻ വിമാനത്തിൽ ഇന്ത്യൻ പൗരനെ ഇതേപോലെ ട്രീറ്റ് ചെയ്യാൻ എന്ത് അവകാശമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്? ടെൽ മീ. ഇന്ത്യൻ മണ്ണിൽ അവർ ക്രിമിനൽസ് ആണോ? They are not criminals. ഇനി അവർ ക്രിമിനൽസ് ആണെങ്കിൽ ഇന്ത്യൻ നിയമങ്ങളല്ലേ അവരെ ശിക്ഷിക്കുന്നത്? പറയട്ടെ, ഈ ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകൾ ഇത്രയധികം ആളുകളെ ഇവിടേക്ക് തിരിച്ചയക്കുന്നു എന്ന് പറയുകയും അത് ഈ രാജ്യത്തിന്റെ ഇപ്പോൾ ഭരിക്കുന്നത് എന്തായാലും NDA സർക്കാരാണ്. അതിന്റെ പ്രധാനമന്ത്രിയോട് തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇത് നിങ്ങൾ ഈ ഇല്ലീഗൽ ഇമിഗ്രേഷനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിയമവിരുദ്ധമാണ്. നമ്മുടെ രാജ്യത്തും നിയമവിരുദ്ധമാണ്, അമേരിക്കയിലും നിയമവിരുദ്ധമാണ്. ഇവിടെ ഡീറ്റൻഷൻ സെന്റേഴ്സ് ഉണ്ടാക്കിയിടുന്നു. അവിടെ ഡീറ്റൻഷൻ സെന്റേഴ്സ് ഇനി ഉണ്ടാകില്ല. കണ്ടുപിടിച്ചാൽ അപ്പോൾ കയറ്റിവിടും. രാജ്യത്ത് വേണമെങ്കിൽ സ്വീകരിച്ചോണമെന്ന് പറയുന്നത് കേൾക്കാനാണെങ്കിൽ പിന്നെ അംബാസഡറെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ $56 ഇഞ്ചുമായിട്ട് നരേന്ദ്രമോദി അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇതാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യൻ പൗരന്റെ ആത്മാഭിമാനവും സംരക്ഷിക്കാൻ കഴിയാത്തൊരു ഭരണകൂടം. ഇറ്റ്സ് എ ഷെയിം.
അല്ല, ഒറ്റ കാര്യം സാറേ, 51,000 അസൈലം ആപ്ലിക്കേഷൻ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്തുകൊണ്ട് ഈ 51,000 അസൈലം ആപ്ലിക്കേഷൻ വരാൻ കാരണം എന്ന് നേരത്തെ മുതൽ അവിടെ അനധികൃതമായി കുടിയേറ്റ കയറുന്ന ആൾക്കാർക്ക് അവരുടെ പെർമിറ്റ് വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അസൈലം ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവിടെ കുടിയേറ്റക്കാർക്കെല്ലാം വിസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് യുദ്ധവിമാനത്തിൽ കയ്യും കാലും കൂച്ചിക്കെട്ടി ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുകയല്ലോ വേണ്ടത്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് ഒരു കാര്യം പറയായിരുന്നു, ഇത് ഇന്ത്യൻ പൗരന്മാരാണ്, ഞങ്ങളുടെ രാജ്യത്ത് വിമാനമുണ്ട്, ഞങ്ങളുടെ വിമാനം വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരും, ഒറ്റവാക്കി എയർ ഇന്ത്യ അയച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ വിമാനം അയച്ചിട്ടോ അവരെ കൂട്ടിക്കൊണ്ട് വരും. അല്ല, ഒരു മിനിറ്റ്, കൊളംബിയക്ക് സ്വന്തം വിമാനം അയക്കാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഒരു വിമാനം അയക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോശം രാജ്യമാണെങ്കിൽ താങ്കൾ അല്ല, ഇത്രയും മോശം രാജ്യമാണെങ്കിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. അല്ല, സ്വന്തം നികഴ്ത്തി കാണിക്കുന്നത് ശരിയല്ല സുജയ. ഞാൻ എന്റെ രാജ്യത്തിൽ അഭിമാനിക്കുന്നു. നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അപമാനിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് ചർച്ച. ഇന്ത്യ അപമാനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. 2023 ഏറ്റവും അധികം ഇന്ത്യക്കാർ കുടിയേറിയത് 40,000 പേർ 2023 ഗുജറാത്തിൽ നിന്ന്. അല്ല, ഇവരെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാണല്ലോ വേണ്ടത്. അമേരിക്കൻ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് പെർമിഷൻ കൊടുക്കുന്നു. അമേരിക്കൻ യുദ്ധവിമാനത്തിൽ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഒരു വിമാനം പോയി അവിടെ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അവർ 25,000, 30,000, 50,000 എന്താണ് ഈ പറഞ്ഞ അനധികൃത കുടിയേറ്റക്കാരാണ് ഇന്ത്യക്കാരവിടെ ഉള്ളെങ്കിൽ എല്ലാവരെയും പിടിച്ചു വെച്ചോട്ടെ, നമ്മളെടുത്തുകൊണ്ട് വന്നുകൂടെ? അതാണ് നല്ല രീതിയിൽ നയതന്ത്ര ബന്ധമുള്ള രണ്ട് രാജ്യങ്ങൾ ചെയ്യേണ്ട പണി, അല്ലാതെ യുദ്ധവിമാനം അയക്കല്ലല്ലോ വേണ്ടത്. Meet the editors.